നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കൊല്ലവർഷ കണക്കനുസരിച്ച് പുത്താണ്ട് പിറക്കുകയാണ്. ചിങ്ങമാസം 1-ാം തീയതി. അത് ഞായറാഴ്ചയാണ്. നാളെയാണ് 17-ാം തീയതി, ആഗസ്റ്റ് 17-ാം തീയതി 1201-ാം ആണ്ട് പിറക്കുകയാണ്. ശരിക്കും പുത്താണ്ട് വരുന്നത് മേടമാസത്തിലാണ്. കാരണം സൂര്യൻ ഉച്ചം ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോഴും നമ്മൾ ജനിക്കുക എന്ന് കണക്കാക്കുന്നത്. ഇവിടെ കൊല്ലവർഷം ഏകീകരിച്ച കാലം മുതൽ ചിങ്ങമാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ കൊല്ലവർഷം ഏകീകരിച്ചിട്ട് 1201-ാം ആണ്ടാകുന്നു. അതാണ് ചിങ്ങം 1-ാം തീയതി. അപ്പോൾ ഈ തവണത്തെ ചിങ്ങം 1-ാം തീയതിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം ഞായറാഴ്ചയാണ് ചിങ്ങം 1-ാം തീയതി ആയിട്ട് കടന്നു വരുന്നത്. അപ്പോൾ പലരും പറയും ഞായറാഴ്ച വരാൻ പാടില്ല, വളരെ മോശമാണ്. അതായത് വിവാഹത്തിന് ഏറ്റവും മോശമായ ദിവസമാണ് ഞായറാഴ്ച. പക്ഷേ ആരും ദിവസം നോക്കിയിട്ടല്ല വിവാഹം കഴിക്കുന്നത്, ഒഴിവ് ദിവസം നോക്കിയിട്ടാണ്. അപ്പോൾ പല പാരമ്പര്യവാദികളും പറയും, യുക്തിവാദികളായ ഒരു ചുമ്മാ ജ്യോത്സ്യം പറയും, ജ്യോതിഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, മുഹൂർത്തം ആവശ്യമില്ല. ഇതേപോലെ തന്നെ നവോത്ഥാന നായക ദൈവമായിട്ട് വന്ന നാരായണഗുരും പറയും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. SNDPയുടെ ആൾക്കാരും പറയും, അവർക്കൊക്കെ ഞായറാഴ്ചയാണ്. പക്ഷെ നമ്മളെപ്പോഴും അറിയേണ്ടത്, ഒരു മുഹൂർത്തമൊക്കെ എടുക്കുമ്പോൾ ജനിച്ച മാസം മുഹൂർത്തം എടുക്കരുത്. അതേപോലെ ജന്മനാളുകൾ, നാളിൻ്റെ അനുജന്മനാൾ, രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങമാസം പിറക്കുന്നത്. അപ്പോൾ രോഹിണിയോ അത്തമോ തിരുവോണമോ ഉള്ള ആളൊന്നും നാളെ കല്യാണ മുഹൂർത്തം എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ സ്ഥിരരാശി സമയമായിരിക്കണം മുഹൂർത്തം കിട്ടേണ്ടത്. പിന്നെ മുഹൂർത്ത രാശിയുടെ 12-ൽ ചൊവ്വ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ അങ്ങനെ ഒരു മുഹൂർത്തം ഇല്ല. മുഹൂർത്തം പിന്നെ രാത്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ രാത്രി മുഹൂർത്തം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് സ്ഥിരരാശി വേണമെന്നും അതോടൊപ്പം തന്നെ അഷ്ടമശുദ്ധി, അഷ്ടമത്തിൽ ഗ്രഹം പാടില്ല. ഇപ്പോൾ ചിങ്ങരാശി മുഹൂർത്തം എടുത്തു കഴിഞ്ഞാൽ ചിങ്ങരാശിയുടെ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യവാദികൾ പറയും നല്ലതാണെന്ന് പറയും. നിങ്ങളറിയുക, ഇവർ കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷത്തിൻ്റെ പിഴവാണ്, അല്ലാതെ കണ്ട് ശാസ്ത്രം പിഴയ്ക്കുന്നില്ല. അതേപോലെ വൃശ്ചികൻ രാശി സ്ഥിരരാശിയാണ്. പക്ഷേ അഷ്ടമത്തിൽ വ്യാഴമുണ്ട്, ശുക്രനുണ്ട്. അപ്പോഴും ഈ ശിരോമണികൾ പറയും വ്യാഴം ആയതുകൊണ്ട് കുഴപ്പമില്ല. അതെന്താ വ്യാഴം ആയതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് വരുമോ? വ്യാഴം ഏറ്റവും വലിയ വില്ലാളി വരുന്നതാണ്. കാരണം വ്യാഴപ്പകർച്ചയിലാണ് മനുഷ്യ ജീവിതങ്ങൾ തകർന്നടിയുന്നത്. അപ്പോൾ അതിൻ്റെ വഴിപാടൊക്കെ ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം ജയിക്കാൻ സാധിക്കും. അപ്പോൾ ചിങ്ങമാസത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം എല്ലാവരും കല്യാണ മാസമായിട്ട് തിരഞ്ഞെടുക്കുന്ന മാസമാണ്. പക്ഷേ ചിങ്ങമാസത്തിൽ ഇപ്പോൾ ചൊവ്വയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിങ്ങൻ രാശി എടുത്തു കഴിഞ്ഞാൽ രാവിലെ 8 മണി വരെ ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശി എടുത്തു കഴിഞ്ഞാൽ അഷ്ടമത്തിൽ ശനി ഉള്ളതുകൊണ്ട് പറ്റില്ല. പിന്നെ നമുക്ക് കന്നി രാശി എടുത്തു കഴിഞ്ഞാൽ കന്നിയിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. ചൊവ്വ നിൽക്കുന്നതിന് കുഴപ്പമില്ല. അത് ഉഭയരാശി മുഹൂർത്തം എടുക്കാൻ പാടില്ല. അപ്പോൾ 7.5 മാസം അല്ലെങ്കിൽ 7.5 വർഷം വരെ ഇത് പോവുള്ളൂ. അതിനേക്കാൾ ഉപരിയായിട്ട് ചൊവ്വ ശനി തമ്മിലുള്ള പരസ്പര ദൃഷ്ടിയുണ്ട്. അഗ്നിമാർഗ്ഗ യോഗം എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാൽ ചൊവ്വയും മാരുതി എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ശനിയും ചൊവ്വയും കൂടി നോക്കുമ്പോൾ തീയും കാറ്റും കൂടിയ അവസ്ഥയാണ്, ആളി കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ വരുന്ന മുഹൂർത്തവും ജീവിതത്തിൽ ജയിക്കില്ല. പിന്നെ ഉള്ളത് തുലാം രാശിയാണ്. തുലാം രാശി എടുക്കുമ്പോഴോ ചരരാശിയാണ്. ചരരാശി മുഹൂർത്തം എടുക്കാൻ പാടില്ല. ചൊവ്വ 12-ൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വ 12-ൽ നിന്നാൽ എന്താ കുഴപ്പം? ഇത് പാരമ്പര്യാദികൾക്കാരുണ്ട്. ചൊവ്വ 12-ൽ നിന്നാൽ പുനർ അതായത് വിവാഹം കഴിഞ്ഞാൽ അത് പുനർവിവാഹമാകും, ഡിവോഴ്സാകും. അതേപോലെ സ്ഥാപനം തുടങ്ങിയാലും അത് നിന്ന് പോകും, നശിച്ചു പോകും. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇമ്മാനുവൽ സിൽക്സ്. അവർ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് അവിടെ എടപ്പള്ളിയിൽ ജ്യോതിഷ ക്ലാസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഷാരൂഖ് ഖാനെ കൊണ്ടുവന്നല്ലേ ഉദ്ഘാടനം നടത്തിയേ. എന്നിട്ട് പറയും അത് ലോൺ എടുത്തോ. ഇതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾക്ക് വരാനുള്ള വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ എല്ലാം കൊണ്ടുവന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ പ്രശ്നം. പിന്നെ വൃശ്ചിക രാശി എടുത്ത അഷ്ടമത്തിൽ ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മുഹൂർത്തം ഇല്ല. പിന്നെ എടുക്കണമെങ്കിൽ നമുക്ക് ഇടവൻ രാശി മുഹൂർത്തം കൊടുക്കണം. അപ്പോൾ രാത്രിയാവില്ലേ? പാതിരാത്രിയാവും. അപ്പോൾ പണ്ടൊക്കെ പാതിരാത്രി കല്യാണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും സമ്മതിക്കുമോ? ഇനിയിപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പാതിരാത്രി കല്യാണം വെച്ചാൽ പറയും അത് വേറെ ഇടപാടിന് വേണ്ടി സൗകര്യം ഒരുക്കുമെന്ന് പറയും. അത്രയും സംസ്കാരം കൂടിപ്പോയി, നമുക്ക് വിദ്യാഭ്യാസവും വിവരം കൂടിയപ്പോൾ ഒരു ബോധവും ഇല്ലാണ്ടായി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞു വന്ന വിഷയങ്ങൾ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നതും ഗുരുവായൂർ നടക്കുന്ന കല്യാണത്തിൽ തന്നെ. അപ്പോൾ പലരുടെയും ധാരണ ക്ഷേത്രങ്ങളിൽ പോയി വിവാഹം കഴിച്ച ദേവത നോക്കില്ല. ദേവതയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഉത്തരവാദിത്വം ഉദയരാശിനാഥനാണ്. ഉദയരാശിനാഥനെ നോക്കിയിട്ടാണ് നമ്മളിതെല്ലാം പറയുന്നത്. അപ്പോൾ തുലാം രാശിയുടെ ഉദയത്തിൽ ഉദയരാശിനാഥനായിട്ട് നിൽക്കുന്ന ശുക്രനാണ്. പക്ഷേ അതിൻ്റെ 12-ൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. ഈ ചൊവ്വയെ നമുക്ക് നോക്കാതെ പറ്റില്ല. അവിടെ ഗുരുവായൂരപ്പൻ വന്ന് ചൊവ്വനോട് മാറിപ്പോകാൻ പറഞ്ഞാൽ ചൊവ്വ പോവില്ല. ഇവിടെ മഹാദേവന് കണ്ടകശനി വന്ന സമയത്ത് മഹാദേവൻ താമരത്തണ്ടിൽ ഒളിക്കായിരുന്നു. അല്ലാതെ നിങ്ങളോട് പറയുന്ന പോലെ ശനിയെ ഭയമില്ലാതെ മഹാദേവൻ അവിടെ വന്നോളൂ ഞാൻ നേരിടാമെന്ന് പറഞ്ഞില്ല. അതായിരുന്നു കണ്ടകശനി കാലഘട്ടം. കണ്ടകശനിയുടെ സമയം കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ വെളിയിൽ വന്നത് എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? വരാനുള്ളതൊക്കെ വരും എന്ന് പറയുമ്പോൾ കുറച്ച് ജ്യോതിഷപരമായ അറിവിലൂടെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താ?
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചയൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ 100 കിട്ടിയാൽ 110 ചെലവ് വരാമെന്ന് പറഞ്ഞാൽ ഒരു വിദ്വാൻ വന്ന് നമുക്ക് മറുപടി ഇടുന്നുണ്ട്. 100 കിട്ടിയാൽ അത് 1000 കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 30,000 രൂപ. അപ്പോൾ അതിൻ്റെ 10% 33,000. അങ്ങനെ 3000 അല്ല പറഞ്ഞത്. 1,00,000 കിട്ടിയാൽ 1,10,000 ചെലവ് വരും. 2,00,000 കിട്ടിയാൽ 2,20,000 ചെലവ് വരും. അതാണ് പറയുന്നത്. അപ്പോൾ സാമാന്യന ബുദ്ധി പോലും ഇല്ലാത്ത ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പാരമ്പര്യവാദികൾ അവരുടെ കഥകൾ പറഞ്ഞുകൊണ്ട് വരും. നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 100 കിട്ടിയാൽ 110 ചിലവാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ, കുട്ടികൾ കൂടുതൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ, കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യമുണ്ടെങ്കിൽ, കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ഉറക്കമില്ലാതെ വരുന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം, കട്ടുറുമ്പിൻ്റെ ശല്യം, കറുത്തുറുമ്പാണ് വരുന്നുണ്ടെങ്കിൽ ജിന്നിൻ്റെ ഉപദ്രവ ദോഷമാണ്. അതേപോലെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക, പ്രാണി ഉണ്ടാവുക, കല്ലുണ്ടാവുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചാത്തൻ്റെ ഉപദ്രവ ദോഷമാണ്. അപ്പോൾ ചാത്തൻ വന്ന് എന്താ കുഴപ്പം? തലവേദന വരും, മദ്യപാനശീലം മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ആവാഹന പൂജയിൽ ഒന്ന് പങ്കെടുക്കണം. അതായത് ചാത്തൻ്റെ പിന്നാലെ പോയിട്ടും കാര്യമില്ല. കൊള്ളക്കാരനെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ കൊള്ളസംഘത്തിൽ പോയ പോലെ ഇരിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് സർപ്പത്തിൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ നമുക്ക് ത്വക്ക് രോഗങ്ങൾ ചികിത്സിച്ചാലും മാറില്ല. പിന്നെ എപ്പോഴും പാമ്പിനെ കാണും, അതിൽ സ്വപ്നത്തിൽ പാമ്പിനെ കാണും, സന്താനഭാഗ്യം ഇല്ലാണ്ട് പോകും, ദാമ്പത്യ സുഖം ഇല്ലാതെ പോകും, സമ്പാദിക്കാൻ പറ്റാതെ പോകും, ശരീരത്തിൽ നീര് വരും. ഇതൊക്കെ സർപ്പ ഉപദ്രവ ലക്ഷണമാണ്. അപ്പോൾ ഇതിനെല്ലാം സർപ്പത്തിന് വഴിപാടല്ല പരിഹാരം, പകരമായിട്ട് നിങ്ങൾ ആവാഹന പൂജയിൽ പങ്കെടുക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന 4 കാര്യം: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, ബാധാദോഷങ്ങൾ ആവഹിച്ച് മാറ്റാം. 4 കാര്യം ചെയ്ത് നിങ്ങളുടെ ജീവിതം ജയിക്കാം. അപ്പോൾ ഇങ്ങനെ ജയിച്ച ഒരുപാട് പേരുടെ അനുഭവസാക്ഷ്യം വീഡിയോ ഞാൻ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതം ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത്, തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്. പ്രണവമലയിൽ 27 ദേവതകളുണ്ട്. ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി അവിടെ നിന്ന് കൗണ്ടറിൽ ഞാൻ ചരട് ലഭിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചരട് വാങ്ങി ധരിച്ചാൽ 27 ദിവസം വരെ അതിലൂടെ പോകാം. അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. ഏലസിന് 5000 രൂപയാണ് ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് പ്രണവമലയിൽ മഹാഗണപതിക്ക് 108 ഗണപതി ഹോമം 7 ദിവസം നാരങ്ങമലയും ചാർത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് 1.5 വർഷം വരെ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. 1400 രൂപയുടെ ചിലവുണ്ട്. പൈസ പേടിക്കണ്ട. കാരണം പൈസ നിങ്ങൾ 100 മുടക്കിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ജയം നേടി പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആവാഹന പൂജ നടത്താം. 56,000 രൂപയാണ്. അപ്പോൾ 56,000 രൂപ പേടിക്കണ്ട. നിങ്ങൾക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ നിങ്ങൾ ആശുപത്രി പോയല്ലേ, എത്ര പൈസ ചിലവ് വന്നാലും നിങ്ങൾ ആശുപത്രി പോയിട്ട് ചിലവഴിക്കുകയല്ല. ആ സമയത്ത് അയ്യോ പൈസ പോകുമെന്ന് പേടിക്കണില്ല. അതേപോലെ നമ്മുടെ ജീവിതം ജയിക്കാൻ നമുക്ക് കരുതിയാൽ പോരെ. നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കുമായിരുന്നു, വരുമായിരുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ആരും ഇതിലേക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. കാരണം SNDP ആണ് പ്രശ്നം. അവർ സമൂഹത്തിൽ ദുഷ്പ്രചരണം നടത്തി നാരായണഗുരു ദൈവമാണെന്നും പറഞ്ഞ്, ഒരു ദൈവമല്ല മനുഷ്യനല്ലേ, അപ്പോൾ ഈ നാരായണഗുരുവിൻ്റെ 4 പേര് വലിയ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരം പറ്റിക്കലൊക്കെ നടത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത്, തിരുപേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലേക്ക് സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ക്ഷേത്രത്തിൻ്റെ കീഴിൽ തന്നെയുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസില്ല, മാസവരിയില്ല, ഒരു രീതിയിലുള്ള പിരിവില്ല, ഉത്സവ പിരിവില്ല, സംഘടനാ പിരിവില്ല, ഒരു പിരിവില്ലാത്ത സംഘടനയിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് വരാം. ജീവിതം ജയിക്കാൻ സാധിക്കും. ജീവിതം ജയിക്കാനുള്ള വഴികളാണ്. അപ്പോൾ ഏറ്റവും വലിയ വഴി ഇപ്പോൾ നമുക്ക് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മഹാദേവൻ്റെ തിരുസന്നിധിയുണ്ട്. അതും കേരളത്തിൽ പൂർണ്ണ പ്രതിഷ്ഠ നടത്തപ്പെടുന്ന ഏക മഹാദേവ ക്ഷേത്രമാണ്. സമ്പൂർണ്ണ പൂജകളുണ്ട്. 2 ശിവയിലുള്ള ഈ ക്ഷേത്രത്തിൽ ചിങ്ങം 1-ാം തീയതി മുതൽ എല്ലാ ഭക്തർക്കും പാക്കേജ് ധാര ആരംഭിക്കുകയാണ്. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ഇപ്പോൾ ചോദിച്ചു തുടങ്ങി എന്ന് മുതലാണ് ധാര ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സമ്മാനമാണ് പുത്താണ്ടിൽ ചിങ്ങം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ ഒരു കുടുംബത്തിൽ എത്ര പേർക്ക് വേണമെങ്കിലും ഈ ധാര ചെയ്യാൻ സാധിക്കും. 500 രൂപയുടെ മുടക്കുള്ളൂ. നിത്യം 108 ധാര 500 രൂപയ്ക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ 30 ദിവസം ഒരിക്കലും ധാര ചെയ്യാൻ പാടില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം എന്ന രീതിയിൽ നിങ്ങൾക്ക് ധാര ചെയ്യാം. 3 ദിവസം ചെയ്യുമ്പോൾ 1,500 രൂപയുടെ ചിലവുള്ളൂ. ആ ഒരു മാസം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും നിങ്ങൾ ധാര നടത്തി നോക്കൂ. ഈ 108 ധാര 16,500 രൂപയാണ് ഒറ്റയ്ക്കാൻ. ഇത് തന്നെ ഒരാഴ്ചയിൽ 3 ദിവസം, അങ്ങനെ 4 ആഴ്ച, ആകെ 12 ദിവസമേ ഉള്ളൂ. ഈ 12 ദിവസം 6,000 രൂപയുടെ മുടക്ക് വരും. ഈ 6,000 രൂപ മുടക്കിയാൽ ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യം, മനസുഖം, ശരീരസുഖം ഇതൊക്കെ അറിയണമെങ്കിൽ ചെയ്തു നോക്കണം. അപ്പോൾ പറയും ഈ 6,000 രൂപ ഉണ്ടെങ്കിൽ, ഒരു മിടുക്കം പറയുന്നത് 56,000 രൂപ ഉണ്ടെങ്കിൽ അരി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞത്. കഞ്ഞി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് 56,000 അരി വാങ്ങിക്കണ്ട. സർക്കാർ റേഷൻ കാർഡ് തന്നെ ഉണ്ട്. 1 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടും. അത് വാങ്ങിച്ച് കുടിച്ചാൽ മതി. നല്ല ഫുഡ് കഴിച്ചാൽ നല്ല ആരോഗ്യമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കുക. നമുക്ക് പിള്ളേർ പഠിക്ക് പോകാണ്ടിരുന്ന് മടിയനായിട്ടിരുന്നാൽ രോഗം മൂലം ആശുപത്രി കിടക്കുമ്പോൾ ഇതൊക്കെ പൈസ തന്നെയല്ലേ. അപ്പം നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ജീവിതം ജയിക്കാനുള്ള വഴികളാണ്
ഇവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സമ്മാനമാണ് നിങ്ങൾക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ 30 ദിവസവും മുട്ടറക്കൽ നടത്താനായിട്ട് 100 രൂപയ്ക്ക് ഭഗവാന് മുട്ടറക്കൽ നടത്താം. ഇത് ഈ മാസം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഭഗവാന്റെ അതായത് ചിങ്ങൻ രാശിയിൽ സ്വക്ഷേത്രത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ മഹാദേവന് വേണ്ടി സമർപ്പിക്കുകയാണെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് മുട്ടറക്കൽ നടന്നത്. അതോടൊപ്പം തന്നെ യക്ഷിയമ്മയ്ക്കും പ്രാധാന്യമുണ്ട്. ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ വരുന്ന സമയത്ത് യക്ഷിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രണവമലയിലെ യക്ഷിയമ്മയ്ക്കും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മുട്ടറക്കൽ നിത്യം ഈ മാസത്തെ നിത്യം മുട്ടറക്കൽ 100 രൂപയ്ക്ക് ചെയ്യാനുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ മഹാദേവന് ആയുധ സമർപ്പണം 50 രൂപ നിരക്കിൽ ഇന്നത്തെ ഈ മാസം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകൾ, പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് കടുമായസം, ഭാഗ്യസൂക്തം, പിന്നെ കൂളപുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം, ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജീവിതം ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താം. അതോടൊപ്പം തന്നെ ചിങ്ങമാസത്തിൽ പാൽപ്പായസ ഹോമം നടത്തുന്നത് അതിവിശേഷകരമാണ്. അപ്പോൾ ശാപങ്ങളൊക്കെ തീരാൻ വേണ്ടിയാണ്. നിങ്ങൾ പോയി കാൽ കഴിച്ചൂട്ടും കൈ കഴിച്ചൂട്ടും നടത്തിയിട്ടൊന്നും ബ്രാഹ്മണദാനമൊന്നും കൊടുക്കേണ്ട. ഏറ്റവും വലിയ ആദ്യ ബ്രാഹ്മണനായിരിക്കുന്ന മഹാദേവനാണ് നമ്മുടെ ബ്രാഹ്മണൻ. അല്ല നൂലും കോണം കെട്ടണ ആളല്ല കേട്ടോ. അവരെ നമ്മൾ ബ്രാഹ്മണനായിട്ട് കൂടുന്നില്ല. യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണന് ആരെയും പറ്റിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ സുവർണാവസരം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചിങ്ങമാസം മുതലെങ്കിലും ജീവിതം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് എത്താൻ വഴിപാട് ചെയ്യാം. അതോടൊപ്പം പേരമംഗലത്തപ്പന് നിത്യവും 50 രൂപയുടെ ധൂമ നിവേദ്യം കൂടി നടത്താം. 50 രൂപയാണ്. അപ്പോൾ ഭഗവാനെ കൂടി സ്ഥാപിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം സുഭിക്ഷം. അതുപോലെ തന്നെ ഭഗവാന്മാർക്ക് തട്ടസമർപ്പണം നടത്താം. ഈ ചിങ്ങമാസത്തിൽ മഹാദേവന് തട്ടസമർപ്പണം നടത്തുന്നത് വളരെ ഗുണകരമാണ്. അതിന് 300 രൂപ നേരിട്ടാണെങ്കിൽ ഓൺലൈനിന് 350 രൂപ. അതോടൊപ്പം തന്നെ ഭഗവാന് ബ്രാഹ്മണദാനമുണ്ട്. പാൽപ്പായസ ഹോമം നടത്തുന്ന പോലെ അതിന് 36,000 രൂപയാണ്. ബ്രാഹ്മണദാനം നിങ്ങൾക്ക് നടത്താം. നേരിട്ട് വന്ന 1,001 രൂപയാണ്. ബ്രാഹ്മണന് നമ്മൾ വസ്ത്രവും എണ്ണയും എല്ലാം കൊടുക്കില്ല, ഇഞ്ച എല്ലാം കൂടി കൊടുക്കുന്ന പോലെ മഹാദേവനാണ് നമ്മുടെ ബ്രാഹ്മണൻ. ഓൺലൈനായിട്ട് 1,051 രൂപ. അപ്പോൾ ഇത് 3 ദിവസം അടുപ്പിച്ച് ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. ജീവിതം ജയിച്ചവരുടെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്യമായ കാര്യങ്ങൾ തിരിച്ചറിയുക. അതോടെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഞായറാഴ്ച 2ാമത്തെ ദിവസമാണ് ക്ലാസ്സിൻ്റെ. അപ്പോൾ ചേരണമെന്നുള്ളവർക്ക് വീഡിയോ കാണുന്ന നിമിഷം അതിലേക്ക് ചേരാം. ജീവിതം ജയിക്കാം, അറിവുകൾ നേടാം. അല്ലാതെ പാരമ്പര്യം പറഞ്ഞിരിക്കുന്ന പാരമ്പര്യവാദികളുടെ പിന്നാലെ പെടുന്ന കാര്യമില്ല. പലരും വാസ്തവമൊക്കെ തെറ്റിച്ച് ഒരുപാട് ജീവിതങ്ങൾ നശിച്ച് നാരണക്കല്ല് പറിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും പ്രണവമലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്ന് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ആയില്യം തിരുവുത്സവമായി കൊണ്ടാടുമ്പോൾ അവിടെ ഭജനയിൽ വന്ന് പാടാം, ഭഗവാന്മാരുടെ പല്ലക്കെടുക്കാം. ജാതി മതഭേദങ്ങളില്ല. ഇവിടെ ഇരിങ്ങാലക്കുടയിൽ ഒരു ഇഴവനെ കഴകത്തിന് കയറ്റുന്നില്ല. അതേപോലെ കൂത്തമ്പലത്തിൽ ഒരു നായരെ പോലും കയറ്റുന്നില്ല. 2 കോടി മുടക്കിയാണ് അവിടെ കൂത്തമ്പലം പണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതല്ലേ നമ്മുടെ കേരളത്തിൽ ജാതി വ്യവസ്ഥ. അപ്പം അതിനൊക്കെ എതിരായിട്ടുള്ളൊരു പോരാട്ടമാണ്. ഈ ധർമ്മ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാകുക. അതേപോലെ തന്നെ നാരായണഗുരു ദൈവമാണെന്നും പറഞ്ഞ് ഈഴവരെ മൊത്തം പരിച്ചുകൊണ്ടിരിക്കുകയാണ് SNDPയും ശിവഗിരി മഠവും. അതിനൊക്കെ എതിരായിട്ടാണ് നമ്മുടെ വീഡിയോ പോകുന്നതെന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും സർവേശ്വരന്മാരുടെ മുമ്പിലേക്ക് ആനയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ശരത് ചന്ദ്രൻ, വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2017 മുതൽ സാറിന്റെ വീഡിയോസ് TV ചാനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട് ഒരു വ്യത്യസ്തമായ ജ്യോതിഷ രീതികൾ കണ്ടതിന് ശേഷം മുമ്പ് ഒരുപാട് ജ്യോതിഷന്മാരെ പിറകെ നടന്നിട്ടുണ്ട്, പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരാത്തത് കൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചു വന്നത്. അപ്പോൾ 2017 ശേഷം 2018 ജൂൺ ആയപ്പോഴത്തേക്ക് സാറിന്റെ നേരിട്ട് കാണാനായിട്ട് ശ്രമിച്ച് അന്ന് നടന്നില്ലായിരുന്നു. എന്നിട്ട് നേരിട്ട് സാറിന്റെ ജ്യോതിശാലയത്തിലേക്ക് എത്തുകയും ഗണപതി LS വാങ്ങുകയും ചെയ്തിരുന്നു. ഗണപതി LS വാങ്ങി കറക്റ്റ് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് എത്താൻ സാധിച്ചു. 2019 ഫെബ്രുവരിയിലായിരുന്നു പൂജ. പൂജ കഴിഞ്ഞു. ഒരുപാട് വീട്ടിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ടും ബാക്കി സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും നെഗറ്റീവ്സ് വന്നായിരുന്നു. അപ്പോ വീണ്ടും ചെറിയ പിന്നിലേക്ക് പോക്ക് അനുഭവപ്പെട്ടപ്പോ വീണ്ടും സാറിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് സാറിന് ചെറിയൊരു ദക്ഷിണയിലൊക്കെ വായിച്ച് മാറ്റി തന്നു. അതിനുശേഷം സാറ് ഓൺലൈൻ വഴി ജ്യോതിഷ പഠനം ആരംഭിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞതിനു ശേഷം ജ്യോതിഷം പഠിച്ചു തുടരുകയും ഇപ്പോൾ ഞാൻ കൊട്ടാരക്കര ജ്യോതിശാല ഇട്ടിട്ടുണ്ട്, അവിടെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ്സ് വരുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ചെറിയ ദക്ഷിണയിൽ സാറ് ആവാഹിച്ച് മാറ്റി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ലേക്ക് വരുമ്പോഴത്തേക്ക് സാറ് നഗരാഞ്ജ ക്ഷേത്രത്തില്
₹1 നാണയം തലക്കിഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തടസ്സങ്ങളോ ആ നിമിഷം തന്നെ നമുക്ക് മാറി കിട്ടുന്നതാണ്. സാധാരണ തിടപ്പള്ളി അല്ലെങ്കിൽ എന്താ പറയാ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് എല്ലാ ജനങ്ങളും ഷർട്ട് ഊരിയിട്ടാണ് അകത്ത് കയറുന്നത്, പുരുഷന്മാർ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വസ്ത്രത്തിനൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതേപോലെ നിവേദ്യ സമയത്ത് ഭക്തർക്ക് തൊഴാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരുപാട് റിസൾട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ജിതൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ജ്യോതിഷം മുമ്പേ വിശ്വാസമുള്ള ശാസ്ത്രമായി തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. പഠനകാലത്ത് തന്നെ പലവിധ നെഗറ്റീവ് ഫീലുകളും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എത്ര മുന്നോട്ട് പഠിച്ചു കയറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും അത്ര തന്നെ പിന്നോട്ട് പോകുന്ന അവസ്ഥ അന്ന് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും പൂജാ രീതിയിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള അറിവ് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 2018 അവസാന കാലഘട്ടത്തിലാണ് സാറിന്റെ വീഡിയോ യൂട്യൂബിലെ കാണാൻ ഇടയായതും അതിലൂടെ ദീപപ്രമാണം പ്രകാരം ഏകദീപം വീട്ടിൽ കത്തിക്കുകയും അതിലൂടെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് സാറിന്റെ കൺസൾട്ടേഷൻ എടുക്കാൻ പോകുമ്പോഴും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താണോ അത് സാറ് പറയുകയാണെങ്കിൽ തീർച്ചയായും പൂജയിലോട്ട് കടക്കാമെന്നുള്ള കുറച്ച് മനസ്സോടുകൂടിയാണ് വന്നത്. എന്തായാലും അത് സംഭവിക്കുകയും അന്ന് തന്നെ ലേലസിനുള്ള പൈസ കൊടുക്കുകയും അന്ന് ലേലസിന് ലഭിച്ചില്ല. പിന്നീട് കൊറിയറായിട്ടാണ് സാറ് ലേലസ് എത്തിച്ചു തന്നത്. പൂജ കഴിയുന്നതോടുകൂടി തന്നെ വാസ്തുവും അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉന്നതയിൽ എത്തുന്നതോടുകൂടി എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഇപ്പോൾ രണ്ടാമത് ബാധ വന്നത് എടുക്കാൻ ദക്ഷിണയായി മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ഒരിക്കൽ മാത്രമേ ഇവിടെ പൂജ സാറ് ഓരോ ഫാമിലിക്കും കൊടുക്കുന്നുള്ളൂ. രണ്ടാമത് തികച്ചും സൗജന്യമായി തന്നെയാണ് സാറിന്റെ സേവനം നമുക്ക് ലഭ്യമാവുന്നത്. ഇതിലൂടെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ജ്യോതിഷവും പൂജയും സാറിൽ നിന്നും പഠിക്കാനും അതിൽ ഇരിക്കാൻ റെഡിയായി തന്നെ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഉത്ബുദ്ധരായി മുന്നോട്ട് വരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് വിമല. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. യൂട്യൂബ് ചാനൽ വഴിയാണ് ഞാൻ സാറിൻ്റെ അടുത്തെത്തിയത്. 2010 മുതലാണ് എനിക്ക് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ എനിക്ക് ആദ്യമേ രോഗപ്രശ്നങ്ങളായിരുന്നു. അതിനുശേഷമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം പതിയെ പിന്നോട്ട് വലിയതായിട്ട് തോന്നിയത്. അങ്ങനെ 2018 കുട്ടികളുടെ പഠനം നല്ല രീതിയിൽ പുറകോട്ട് പോയപ്പോൾ ഞാനൊരു ജ്യോതിഷനെ കാണണമെന്ന് തീരുമാനിക്കുകയും പിന്നെ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് പറയുകയും ചെയ്തു. നക്ഷത്രമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നര ശനിദശാകാലമാണ്, അപ്പോൾ ശനിയുടെ ദോഷഫലങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോഴെനിക്ക് തോന്നി ഇതൊന്നുമല്ല കാരണം, കാര്യമായിട്ട് എന്തോ ഒരു കാരണമുണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിൽ യാദൃശ്യമായിട്ട് സാറിൻ്റെ വീഡിയോസ് കാണാനായിട്ട് ഇടയാകുന്നത്. അങ്ങനെ ഞാൻ സാറിൻ്റെ ചാനൽ ഇങ്ങനെ കണ്ടു. ആ സമയത്ത് വേറെ 1-2 ചാനലും കൂടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം ആ രണ്ടുപേരുടെയും ചാനൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ പറയുന്ന മറ്റു ജ്യോതിഷകൾ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ രസിപ്പിക്കുന്നതാണ്. നമ്മളെ എങ്ങനെയൊക്കെ സൂചിപ്പിക്കാമോ അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അപ്പോൾ എനിക്ക് സാറിൻ്റെ ചാനലിൽ കാണുമ്പോൾ അതിനകത്ത് നമ്മളെ സൂചിപ്പിക്കുന്നുമില്ല. കാര്യങ്ങളെല്ലാം നല്ല ഗൗരവത്തോടു കൂടി നല്ല ദൃഢനിശ്ചയത്തോടെ കാര്യങ്ങൾ പറയുകയും അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാറ് വീഡിയോസിൽ പറയുന്നത്. അങ്ങനെ ഞാൻ സാറിൻ്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും സ്ഥിരമായിട്ട് കാണുകയും ചെയ്തു. അതുപോലെ സാർ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കർമ്മങ്ങളെല്ലാം ഇപ്പോൾ പറയുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തു നോക്കും. അപ്പം അങ്ങനെ വിളക്കിൻ്റെ തിരി മാറ്റി അങ്ങനെ അപ്പം എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു. പിന്നെ സാറ് പറയുന്ന ഓരോ കർമ്മങ്ങളൊക്കെ നമ്മൾ ഭഗവതി സേവ പിന്നെ വാസ്തുബലിയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ഞാൻ സാറിനെ പിന്നെ പൂജയിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ പൂജ കിട്ടി. അപ്പോഴേക്ക് ഞാനൊരു ഏലസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏലസിലൂടെ നമുക്ക് പെട്ടെന്ന് ഈ പൂജയിലേക്ക് എത്താൻ കഴിയും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗണപതി ഹോമമൊക്കെ അപ്പോഴാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. വീട്ടിൽ സ്വയം ചെയ്യുമ്പോൾ
അപ്പോൾ നമ്മുടെ ബാധ ദോഷങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ അത് കത്തുകയൊന്നുമില്ല. അപ്പോൾ ഉണ്ടാകുന്ന നമുക്ക് നല്ല പ്രയാസമൊക്കെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്ത് സാറിൻ്റെ പൂജയിലെത്തി. എന്തായാലും പൂജയിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടി. നമുക്ക് പിന്നെ കുട്ടികളുടെ പഠനമൊക്കെ മാറ്റം വന്നു തുടങ്ങി. എൻ്റെ രോഗങ്ങളെല്ലാം നല്ല ശമനം കിട്ടി. ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം സാറിൻ്റെ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമാണ്. അത്രയ്ക്ക് ദുരിതഘട്ടത്തിലൂടെയാണ് എൻ്റെ രോഗമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് വീണ്ടും ബാധ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാനായിട്ട്. നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ 2ാം ദിവസമാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പ് ഇവിടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ്. അത് US നിന്നാണ് വന്നിരിക്കുന്നത്, USA നിന്ന് വന്നിരിക്കുന്ന മോഹന, അവരുടെ സഹോദരി. അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇസ്രായേലിൽ നിന്ന് ജോൺസൺ ഉണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ്, കൂടോത്രമാണ്, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യവും, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഞാനും മനുഷ്യൻ. ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല. ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ 100 ഇരട്ടി പവർ എനിക്കുണ്ട്. എന്നെ വിചാരിച്ചു നാണയ കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരങ്ങൽത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക, അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം, കൂടോത്രം, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം, ജോലി കാലഘട്ടം, നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസ കളയും. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം. കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്ന എന്താ, ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കുന്നത്. മുമ്പൊക്കെ ഒരാളായിരിക്കും, ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ 2.25 വർഷം കൂടി കഴിഞ്ഞാൽ 2.5 വർഷം നീചത്തിലേക്ക് പോകും. 4.25 വർഷം നമുക്ക് എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ്. അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ 27 ദേവതകളുണ്ട്. എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട്. ശനി നീചത്തിൽ പോയാലും ശരി, ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി, എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം. അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ 3 പകലും 2 രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ്. അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട്, സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം. അവിടെ വന്നു കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പോടുകൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം. അതെങ്ങനെ ബാധ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു, അത് മാറി. പിന്നെ ജലദോഷം വന്നു, അത് മാറി. പനി വന്നു, അത് മാറി. ചുമ വന്നു, അത് മാറി. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 100 110 ചിലവാകുന്ന ഒരവസ്ഥ. ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക, പ്രാണി ഉണ്ടാവുക, കല്ലുണ്ടാവുക, ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം, കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക, കുളിയും കിടന്ന് ഉറങ്ങുക, ഉറക്കമില്ലാണ്ട് വരാം. ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാദോഷ ലക്ഷണം. പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആവാഹന പൂജയിലൂടെ മാറ്റാൻ പറ്റും. അപ്പോൾ പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു നിവൃത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ വരിക. പ്രണവമലയിൽ 27 ദേവതകളുടെ പേരമംഗലത്തപ്പന് ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ട്, അത് വാങ്ങിയിട്ട് പോയ 27 ദിവസം വരെ അതിലൂടെ പോകാം. പിന്നെ ഒരു ഗണപതി എലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവമലയിൽ മഹാഗണപതിക്ക് 108 ഗണപതി ഹോമം നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം. ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു വിശേഷം കൂടിയുണ്ട്. മാതൃമികാരിവിടെ വന്ന് അവരുടെ പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി. അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട്. ഇപ്പോൾ 2ാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അപ്പോൾ നിങ്ങളറിയുക. അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾ കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക. പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.